റഷ്യയെ നടുക്കി വീണ്ടും ഒരു ഭീകരാക്രമണം. മാർച്ച് 22-ന് നടന്ന വെടിവയ്പിൽ 143 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ISIS ഖൊറസാൻ രംഗത്ത് വന്നു. പിന്നിൽ ISI തന്നെയെന്ന് അമേരിക്കൻ ഇന്റലിജൻസും. എന്നാൽ ആക്രമണത്തിൽ യുക്രൈനും പങ്കെന്ന് റഷ്യ. പിന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൈകളുണ്ടോ എന്ന സംശയവും റഷ്യ പങ്കുവയ്ക്കുന്നു. എന്നാൽ ആരോപണം അസംബന്ധമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ തിരിച്ചടിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ റഷ്യൻ ഭീകരാക്രമണത്തിന് പിന്നിൽ? ആരാണ് ISIS ഖൊറസാൻ? വെടിവയ്പിൽ യുക്രൈനും പങ്കുണ്ടോ? പരിശോധിക്കാം. സായാഹ്ന ദിനം ക്രോക്കസ് സിറ്റി ഹാളിൽ പ്രമുഖ ബാൻഡായ പിക്നിക്കിന്റെ സംഗീത നിശ തുടങ്ങാനിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആയുധധാരികളായ 4 പേർ ഹാളിനകം ലക്ഷ്യമാക്കി നിറയൊഴിച്ചത്. വെടിവയ്പ്പിന് ശേഷം സ്ഫോടനമുണ്ടായി. കെട്ടിടത്തിന് തീപിടിച്ചു. 140-ലധികം പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISIS ഖൊറസാൻ ഏറ്റെടുത്തു. ISന്റെ പ്രാദേശിക അനുബന്ധ സംഘടനയാണിത്. താലിബാനെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് ISKയുടെ പ്രഥമ ലക്ഷ്യം. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാത്ത അതിക്രൂരമായ ആക്രമണങ്ങളാണ് ISKയുടെ രീതി. സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്ന റഷ്യൻ നിലപാടും സിറിയയിൽ ISന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളും ഇപ്പോഴത്തെ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിലായി. 11 പേരെയാണ് FSB ഇതുവരെ അറസ്റ്റ് ചെയ്തത്. വെടിവയ്പിൽ യുക്രൈനും പങ്കെന്ന് റഷ്യ ആരോപിച്ചു. അതിനിടെ ആക്രമണത്തെ അപലപിച്ച US മോസ്കോ ഭീകരാക്രമണത്തിൽ യുക്രൈന് പങ്കില്ലെന്ന് എടുത്തു പറഞ്ഞത് എന്തിനെന്ന് വ്യക്തമാകുന്നില്ല. അതേസമയം വെടിവയ്പിൽ രാജ്യത്തിനു പങ്കില്ലെന്നും പിന്നിൽ റഷ്യൻ ബുദ്ധിയായിരിക്കാമെന്നും യുക്രൈൻ തിരിച്ചടിച്ചു. 2002-ലെ ഡ്യൂബ്രോവ്ക തിയേറ്ററിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് വെള്ളിയാഴ്ച മോസ്കോയിൽ നടന്ന വെടിവയ്പ്. ചെച്നിയയിൽ നിന്നും റഷ്യൻ സൈന്യം ഉടൻ പിന്മാറണമെന്നും സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യം അംഗീകരിക്കണമെന്നുമായിരുന്നു തീവ്രവാദികളുടെ ഡിമാൻഡ്. റഷ്യൻ സേന സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചെങ്കിലും തീവ്രവാദികൾ തയ്യാറായില്ല. 2 ദിവസത്തെ കാത്തിരിപ്പിന് പിന്നാലെ ബന്ദികളെ മോചിപ്പിക്കാൻ റഷ്യ രഹസ്യ ഓപ്പറേഷന് പദ്ധതിയിട്ടു. മുൻ KGB കമാൻഡർ കൂടിയായിരുന്ന പുടിനായിരുന്നു അന്നും റഷ്യയുടെ പ്രസിഡന്റ്. തീവ്രവാദികളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറല്ലായിരുന്നു. തീവ്രവാദികളുടെ ബ്ലാക്ക്മെയിലിന് വഴങ്ങില്ലെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. അവസാനം തിയേറ്റർ റെയ്ഡ് ചെയ്യാൻ തന്നെ റഷ്യൻ സേന തീരുമാനിച്ചു. ഹാളിനകത്തേക്ക് കടന്ന സേന തിയേറ്ററിനകത്തേക്ക് വിഷവാതകമെറിഞ്ഞു. വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ തീവ്രവാദികൾക്ക് നേരെ റഷ്യൻ സേന വെടിയുതിർത്തു. തിയേറ്ററിനകത്തുണ്ടായിരുന്ന ബന്ദികളെ പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പക്ഷേ ഏതുതരം വിഷവാതകമാണ് ഉപയോഗിച്ചതെന്നറിയാതെ മെഡിക്കൽ സംഘം കുഴങ്ങി. യഥാസമയം ചികിത്സ ലഭിക്കാതെ 120 ബന്ദികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. എന്തായിരുന്നു ആ വിഷവാതകമെന്ന് ഇന്നേ വരെ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. മോർഫിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ഫെന്റനൈനാണ് ഉപയോഗിച്ചതെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയെങ്കിലും ഓപ്പറേഷൻ വൻ വിജയമെന്ന് റഷ്യ വാഴ്ത്തി. കഥ അവിടെ തീരുന്നില്ല. രാജ്യത്തിന് ഭീഷണിയായ ചെച്ചിൻ വിഘടനവാദികളെ റഷ്യൻ മണ്ണിൽ നിന്നും പുടിൻ അപ്രസക്തമാക്കി. റഷ്യയുടെ പ്രസിഡന്റായി പുടിൻ 5ാം വട്ടവും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ഭീകരാക്രമണം. പുടിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാനാവാത്ത ഭരണത്തലവനെന്ന പ്രതിച്ഛായ അയാൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്ന് പുടിൻ അടിവരയിടുന്നു. കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ സ്വദേശികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ യുക്രൈനും ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി FSB. തീവ്രവാദികളുമായി യുക്രൈൻ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് തെളിവ് ലഭിച്ചതായി FSB കൂട്ടിച്ചേർത്തു. എന്ന് മാത്രമല്ല, പിന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇടപെടൽ കൂടി റഷ്യ ആരോപിക്കുന്നു. റഷ്യയുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അതേസമയം NATO രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടില്ലെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്.